വെൽക്കം. റഹ്മാനാണ്. ഈ വീഡിയോ ആന്റി റിട്രോ വൈറൽ മരുന്നുകളെ കുറിച്ചിട്ടാണ്. HIV-ക്കെതിരെ, എയ്ഡ്സിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. HIV വൈറസ് ഒരു സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസ് ആണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ പോസിറ്റീവ് സെൻസ് എന്നാണ് പറയുന്നത്. പോസിറ്റീവ് സെൻസ് സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസ് ആണ് സംഭവം. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നേരിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആൻഡ് ഇതുപോലെ 2 കോപ്പീസ് ഉണ്ട്. ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ളതാണ് HIV വൈറസ്. നമ്മളൊന്ന് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. ആൻഡ് ഇതാണ് അതിന്റെ P24 ക്യാപ്സിഡ് എന്നാണ് ഇതിനെ പറയാം. P24 ക്യാപ്സ്. സോ ഇതിനകത്താണ് ഈ സംഭവം ഇങ്ങനെ ഇരിക്കുക. ആൻഡ് ഇതിന് ചുറ്റും ഒരു എൻവലപ്പ് ഉണ്ട്. നമുക്കതിനെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ എൻവലപ്പ്, അതിനെ നമ്മൾ P17 മാട്രിക്സ് എൻവലപ്പ് ആണ് ഇത്. ആൻഡ് ഇതിന് ചുറ്റും ഒരു വൈറൽ എൻവലപ്പ് കൂടി, ഫൈനൽ കവറിങ് ഇതാണെന്ന് കൂട്ടിയാൽ, ആൻഡ് ഈ വൈറൽ എൻവലപ്പിലുള്ള ഒരു പ്രോട്ടീൻ ആണ്. നമുക്ക് തൽക്കാലം അതിനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ദാറ്റ് ഈസ് GP120 എന്നാണ് ഇതിന്റെ പേര്. ആൻഡ് ഈ പ്രോട്ടീനോട് ചേർന്ന് വേറൊരു പ്രോട്ടീൻ കൂടി ഉണ്ട്. ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ GP41, GP41. സോ ഇതാണ്, ഈ പ്രോട്ടീനാണ് നമ്മുടെ സെല്ലുകളിൽ ഒട്ടിച്ചേരാനായിട്ട് വൈറസിനെ സഹായിക്കുന്നത്. GP120 ആൻഡ് GP41 ആണ്. ചെവി വൈറസ് ഇതാണ്. അപ്പൊ ഇത് ഒട്ടിച്ചേരുന്നത് നമ്മുടെ സെല്ലുകളിലാണ്. നമ്മുടെ സെല്ലുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാനൊരു സെൽ വരയ്ക്കാം. ആൻഡ് ഇത് ഈ CD4+ എന്ന് പറയുന്ന CD4+ എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ ഓഫ് ഡിഫറൻസിയേഷൻ ഉള്ള സെല്ലുകളാണ് 4. ആൻഡ് ഇതിൽ ഏറ്റവും പ്രധാനം ഏതാണെന്ന് വെച്ചാൽ CD4+ T ലിംഫോസൈറ്റ്സ് ആണ്. T ലിംഫോസൈറ്റ്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. ദെൻ മോണോസൈറ്റ്സ്, മാക്രോഫേജസ്, ഡെൻഡ്രൈറ്റിക് സെൽസ്, അങ്ങനെയൊക്കെയുള്ള CD4 പോസിറ്റീവ് ആന്റിജൻ ഉള്ള ഈ പ്രോട്ടീൻ ഉള്ള എല്ലാത്തിനെയും ഇത് ആക്രമിക്കും. ഇതുകൊണ്ടാണ് HIV ഡേഞ്ചറസ് ആവുന്നത്. കാരണം ഇതെന്താണ്? ഇതാണ് നമ്മുടെ ഇമ്മ്യൂണോ സെൽസ്, നമ്മുടെ പ്രതിരോധ ശേഷി ഉള്ള സെല്ലുകൾ നേടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന സെല്ലുകളാണ് ഇത്. അതിനെയാണ് ഇത് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത്. സോ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് എല്ലാം പിടിപെടാൻ കാരണമാവുന്നതിന് കാരണം എന്ന് പറയുന്നത് ഇത് ആക്രമിക്കുന്നത് നമ്മുടെ പ്രതിരോധ കോശങ്ങളെയാണ് എന്നതുകൊണ്ടാണ്. ഇനി HIV 2 തരമുണ്ട്. HIV-1 ഉണ്ട്, ദെൻ HIV-2 ഉണ്ട്. ഇന്ത്യയിൽ HIV-2 ആണ് കൂടുതൽ. വെസ്റ്റേൺ ആഫ്രിക്കയിലും HIV-2 ആണ് കൂടുതൽ. യൂറോപ്പ് മറ്റ് ഭാഗങ്ങളിലൊക്കെ HIV-1 ആണ് കൂടുതൽ എന്നുകൂടി ഒന്ന് മനസ്സിലാക്കുക. ഞാൻ കുറച്ചും കൂടി വൃത്തിയായിട്ടൊന്ന് വരച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ വൈറസിന് അപ്പൊ മനുഷ്യനെ സെല്ലുകളെ ആക്രമിക്കണമെങ്കിൽ അവയുടെ GP120 നമ്മുടെ വെളുത്ത രക്താണുക്കളിലെ CD4+ വന്ന് ഒട്ടിച്ചേരണം. CD4+ ആന്റിജനിൽ വന്ന് ഒട്ടിച്ചേരണം. ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് മരുന്ന്, ആദ്യത്തെ മരുന്ന് വന്നൊട്ടിച്ചേരുന്നത് ഇവിടെയാണ്. ഇവിടെ വന്ന് ആ മരുന്ന് അങ്ങോട്ട് ഒട്ടിച്ചേരുകയാണ്. ആ മരുന്ന് മോണോക്ലോണൽ ആന്റിബോഡിയാണ്. CD4 തടയുന്ന മരുന്നാണ്. സോ വൈറൽ GP120ക്ക് ഇതിന് വന്ന് ഇവിടെ ഒട്ടിച്ചേരാൻ പറ്റാതെ ആകുന്നു. മരുന്ന് ഒരു മോണോക്ലോണൽ ആന്റിബോഡിയാണെന്ന് ഞാൻ പറഞ്ഞു. മരുന്നിന്റെ പേര് ഇബാലിസുമാബ് ആണ്. ലി എന്ന് പറയുമ്പോൾ തന്നെ ബ്ലഡിൽ വർക്ക് ചെയ്യുന്ന മരുന്നാണ് എന്ന് മനസ്സിലാക്കാം. സോ ഇബാലിസുമാബ് ഇസ് എ CD4 ബ്ലോക്കർ ആണ്. ആൻഡ് ഈ മരുന്ന് IV ഇഞ്ചക്ഷൻ ആയിട്ടാണ് കൊടുക്കുക. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ മരുന്ന്. ഇനി വൈറസിന്റെ GP120 വന്ന് നമ്മുടെ ഇവിടെ ഒട്ടിച്ചേരുകയെന്ന് വിചാരിക്കും. CD4 ഒട്ടിച്ചേരുന്ന അത് ഫ്യൂഷൻ നടക്കണമെങ്കിൽ ഈ GP41 കൂടി ഇവിടെ വന്ന് ഒട്ടിച്ചേരണം. സോ ഈ വൈറസിന്റെ GP41 പോയി ഒട്ടിച്ചേരുന്ന ഒരു മരുന്ന് നമുക്കുണ്ട്. ഈ മരുന്നിന്റെ പേരാണ് എൻഫുവിർടൈഡ് എന്നാണ് ഈ മരുന്നിന്റെ പേര്, എൻഫുവിർടൈഡ്. സോ ഇത് വൈറൽ GP41 ഒട്ടിച്ചേരാൻ പറ്റുന്ന രീതിയിലുള്ള മരുന്നാണ്. ഇത് ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ CD4 ഇവിടെ ചേർന്നിട്ട് അതിനുശേഷം ഒട്ടിച്ചേരലില്ല, ഫ്യൂഷൻ ഓഫ് സെല്ലാണ് തടയുക. സോ ഫ്യൂഷൻ തടയുന്ന മരുന്നാണ്. സോ ഫ്യൂഷൻ ഇൻഹിബിറ്റർ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. N മീൻസ് എൻവലപ്പ്, വൈറൽ എൻവലപ്പ് എന്നാണ് അർത്ഥം. ആൻഡ് FU നമുക്ക് മനസ്സിലായ ഫ്യൂഷൻ എന്നാണ്. വിർ മീൻസ് വൈറസ് ആണ്. ടൈഡ് എന്ന് പറഞ്ഞാൽ ടൈഡ് മീൻസ് പ്രോട്ടീൻ ഡ്രഗ് ആണ്. സോ ഇറ്റ്സ് എ പെപ്റ്റൈഡ് ആണ്. സോ പ്രോട്ടീൻ ഡ്രഗ് നമുക്ക് ഗുളികയായിട്ട് കൊടുക്കാൻ പറ്റില്ല. വി ക്യാൻ ഗിവ് ഓൺലി ആസ് ഇഞ്ചക്ഷൻ. സോ വി ഗിവ് എ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ആയിട്ട് വേണം നമുക്ക് ഈ മരുന്ന് കൊടുക്കാൻ. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മരുന്ന്. സോ ഇറ്റ്സ് എ ഫ്യൂഷൻ ഇൻഹിബിറ്റർ. ആൻഡ് ഈ മരുന്ന് ഒരു ആഡ് ഓൺ ഡ്രഗ് ആണ്. നോട്ട് എ ഫസ്റ്റ് ലൈൻ ഡ്രഗ് അല്ല, സെക്കൻഡ് ലൈൻ ഡ്രഗ് ആണ്. ഈ മരുന്നിന്റെ ഒരു പ്രത്യേകത HIV-1 മാത്രമേ ഫലമുള്ളൂ, HIV-2 ഫലമില്ല. ആൻഡ് ഇഞ്ചക്ഷൻ ആണ്. സോ പ്രധാനപ്പെട്ട പ്രശ്നം ഇഞ്ചക്ഷൻ സൈറ്റ് പ്രശ്നങ്ങളാണ്. നോഡ്യൂൾസ് ഓർ സിസ്റ്റുകൾ ആ കുത്തിവെക്കുന്ന സ്ഥലത്ത് സബ്ക്യൂട്ടേനിയസ് ആണല്ലോ ഉണ്ടാകാം. ഇനി GP120യും GP41 ഇവിടെ ഒട്ടിച്ചേർന്നു എന്നങ്ങ് കരുതുക. ഇത് ഒട്ടിച്ചേർന്നാൽ മാത്രം പോരാ. വൈറസിന് അകത്തേക്ക് കടന്നു പോകണമെങ്കിൽ മറ്റ്
മറ്റ് 2 പ്രോട്ടീനുകൾ കൂടി നമ്മുടെ സെല്ലിലെ ഇവിടെ വന്ന് ഒട്ടിച്ചേരണം. അതിനെ നമ്മൾ വിളിക്കുക കോ റിസപ്റ്റേഴ്സ് എന്നാണ്. സോ ഇത് പ്രധാനപ്പെട്ട റിസപ്റ്റർ ആണെങ്കിൽ ഇത് പറയാൻ പോകുന്നത് കോ റിസപ്റ്റേഴ്സ് ആണ്. 2 തരമുണ്ട്. ഒന്ന് ഞാൻ ഇവിടെ വരയ്ക്കാം, അതിന്റെ പേര് CCR5 ആണ്. ആൻഡ് വേറൊരെണ്ണം ഞാൻ താഴ്ത്ത് വരയ്ക്കാം, അതിന്റെ പേര് CXCR4 ആണ്. ഇതിൽ CCR5 ഇതാണ് ആദ്യമായിട്ട് ഒരു സെല്ലിനെ ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു വൈറസ് വന്ന് കയറുമ്പോൾ ആദ്യമായിട്ട് ആക്രമിക്കുന്ന എല്ലാം CCR4. ഇത് ദീർഘനാൾ നമ്മുടെ ശരീരത്തിൽ ഇരുന്നിട്ട് ശക്തിയൊക്കെ നേടിയതിന് ശേഷം മാത്രമുള്ളതാണ് CXCR4 കോറിസെപ്റ്റർ. സോ നമ്മുടെ ടാർഗറ്റ് അപ്പോൾ ഇതാണ് CCR5 ആണ്. CCR5 കോറിസെപ്റ്ററിൽ വന്ന് ഒട്ടിച്ചേരുന്ന ഒരു മരുന്നുണ്ട്. ഇവിടെ വന്ന് ഒട്ടിച്ചേരുന്ന മരുന്ന്, ആ മരുന്നിന്റെ പേരാണ് മാരാവിറോക് എന്നാണ് ഈ മരുന്നിന്റെ പേര്. സോ മാരാവിറോക് ഇസ് എ CCR5 ഇൻഹിബിറ്റർ ഓർ ആന്റഗോണിസ്റ്റ്. സോ കീമോകൈൻ റിസപ്റ്റർ ആണ് ഈ CCR5 എന്ന് പറയുന്നത്. അതിനെ തടയുന്ന മരുന്നാണ് മാരാവിറോക്. സോ അപ്പോൾ വൈറസിന് അകത്തേക്ക് കയറാനായിട്ട് പറ്റുന്നില്ല. സോ വൈറസിന്റെ എൻട്രി ഇൻ ടു ദ സെൽസ് തടസ്സപ്പെടുന്നത് മൂലം ഇതിനെ നമ്മൾ വിളിക്കുക എൻട്രി ഇൻഹിബിറ്റർ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. മാരാവിറോക് ഇസ് ആൻ എൻട്രി ഇൻഹിബിറ്റർ ആൻഡ് ഇത് നമുക്ക് ഓറൽ ഗുളികയായിട്ട് കൊടുക്കാം. HIV 1ലും 2ലും ഫലം ഉള്ള മരുന്നാണ് മാരാവിറോക്. ആൻഡ് ഇതിന്റെ പ്രശ്നം എന്താണ്? കീമോകൈൻ റിസപ്റ്റർ ആണ് നമ്മൾ തടയുക. സോ ഇൻക്രീസ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ, പ്രധാനമായിട്ടും അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് പോലെയുള്ള ഇൻഫെക്ഷൻസ്, മറ്റേതരം ഇൻഫെക്ഷൻസ് ഒക്കെ വേഗം വരാം. ആൻഡ് ഓൾസോ ദിസ് ഡ്രഗ് ഈസ് ഹാവിംഗ് ഹെപ്പാറ്റോടോക്സിറ്റി ഉണ്ടാക്കാം. സോ ഇൻഫെക്ഷൻസ് ആണ് പ്രധാന പ്രശ്നം, ഹെപ്പറ്റോക്സിറ്റിയും കുറച്ചുണ്ടാക്കാം. സോ മാരാവിറോക് ഇസ് ആൻ എൻട്രി ഇൻഹിബിറ്റർ ആണെങ്കിൽ ഇത് നമ്മൾ പറഞ്ഞത് ഫ്യൂഷൻ ഇൻഹിബിറ്റർ ആണ്. ദെൻ ഇബാലിസുമാബ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? CD4 ബ്ലോക്കർ എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ഇതിനെല്ലാം കൂടി ചേർത്ത് നമുക്ക് വേണമെങ്കിൽ എൻട്രി ഇൻഹിബിറ്റർ എന്ന് പറയാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് മരുന്ന്. പരീക്ഷയ്ക്ക് നമുക്ക് ഇത്ര മതി. പക്ഷേ ഇവിടെ നമുക്ക് പുതിയ 2 മരുന്നുകൾ കൂടി വന്നിട്ടുണ്ട്. ഒരു മരുന്നിന്റെ പേര് ഫോസ്റ്റെം സാവിർ എന്നാണ്. ഫോസ്റ്റെം സാവിർ എന്ന് പറയുന്ന മരുന്ന് HIV 1ൽ ഫലമുള്ള മരുന്നാണ്. ആൻഡ് ഇത് തടയുന്നത് GP120 എന്ന പ്രോട്ടീൻ ഇവിടെ വന്നൊട്ടിച്ചേരുന്ന മരുന്നാണ് ഫോസ്റ്റൻസാവിർ. ഫോസ്റ്റൻസാവിർ ശരീരത്തിൽ വെച്ചിട്ട് ഫോസ് പോയി ടെൻസാവിർ ആയിട്ടാണ് വന്നിവിടെ ഒന്ന് ഒട്ടിച്ചേരുക. സോ ഇതിനെ നമ്മൾ അറ്റാച്ച്മെന്റ് ഇൻഹിബിറ്റർ എന്ന് നമുക്ക് വിളിക്കാം. സോ അറ്റാച്ച്മെന്റ് ഇൻഹിബിറ്റർ, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ അറ്റാച്ച്മെന്റ് ഇൻഹിബിറ്റർ എന്നാണ് ഇതിനെ വിളിക്കുക. സോ ഇതിന് CD4ൽ ഒന്ന് ഒട്ടിച്ചേരാൻ പറ്റില്ല. സോ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ദാറ്റ് ഈസ് QT പ്രൊലോങ്ങേഷൻ ആണ്. QT പ്രൊലോങ്ങേഷൻ ഉണ്ടാകും. ഇതാണ് ഒരു മരുന്ന്. രണ്ടാമത്തെ ഒരു മരുന്ന് അത് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ, ഡിസംബറിൽ ഇറങ്ങത്തേ ഉള്ളൂ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. മരുന്ന് അപ്രൂവ്ഡ് ആണ്. ആൻഡ് അതിന്റെ പേര് ലെനാകാപാവിർ എന്ന് പറയുന്ന മരുന്ന്. ലെനാകാപാവിർ എന്ന് പറയുന്ന മരുന്ന് ഇഞ്ചക്ഷൻ ആണ്. ദിസ് ഇഞ്ചക്ഷൻ മരുന്നാണ്. മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് HIV-ൽ ആണ് നമ്മൾ ഇതിന് കൊടുക്കുക. ഒരു മരുന്നും ഫലമില്ലാത്ത HIV-ലാണ്. വർഷത്തിൽ 2 തവണ ട്വൈസ് ഇഞ്ചക്ഷൻ, 6 മാസത്തിൽ ഒരിക്കൽ വെറുതെ സബ്ക്യൂട്ടേനിയസ് ആയിട്ട് 2 കുത്തു കൊടുത്താൽ മതി. ആൻഡ് ഇതിനെ നമ്മൾ വിളിക്കുക ഫ്യൂഷൻ കാപ്സൈഡ് ഇൻഹിബിറ്റർ എന്നാണ്. ഫ്യൂഷൻ കാപ്സൈഡ് എന്നാണ് ഞാൻ കണ്ടത്, ഇൻഹിബിറ്റർ. ഓക്കെ, ഇതാണ് മെക്കാനിസം. കാപ്സിഡ് ഇൻഹിബിറ്റർ എന്ന് പറയും. HIV പിടിപ്പെടുന്നത് തടയുന്ന മരുന്നാണ്. ട്രയൽസിലൊക്കെ എഫിക്കസി ഉണ്ട്. ആൻഡ് സിസ് ജെൻഡേഴ്സിലാണ് ഉപയോഗം ഈ വർഷം ഇത്. സോ ദിസ് ഇസ് ലെനാകാപാവിർ. വർഷത്തിൽ 2 ഇഞ്ചക്ഷൻ സബ്ക്യൂട്ടേനിയസ്.